ഉണ്ണിമന്ദനം ഗെറ്റ് സെറ്റ് ബേബി സിനിമ കാണാൻ വേണ്ടി വനിതാ സ്ക്രീൻ ടൂവിൽ വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷ് പടമല്ല, മലയാളം പടമാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് കിളി ബോയ് ആൻഡ് കോഹിനൂർ, വിനയ് ഗോവിന്ദ് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. കോഹിനൂർ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, OTTയിൽ വന്നപ്പോഴാണ്. പിന്നീട് ഒരുപാട് വൈകി, കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട പടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. കിളി ബോയ് തിയേറ്ററിൽ പോയി കണ്ടാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിളി ബോയ് ആയിരുന്നു ഇന്ന് ഇറങ്ങേണ്ട പടം. ഈ സിനിമ കിളി ബോയ് ഇറങ്ങിയ കൊല്ലം ഇറങ്ങേണ്ട പടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കിളി ബോയ് ഇപ്പം ഇറങ്ങിയ എൻ്റെ അഭിപ്രായത്തിൽ അത് ചിലപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ആ ലെവൽ വൈബും അവിടെ വരുന്നത്. കോഹിനൂർ അധികം പേര് തിയേറ്ററിൽ പോയി കാണാതെ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. കിടിലം പടമായിരുന്നു അത്. അല്ല, പാട്ട് വൻ ഹിറ്റായിരുന്നു. പക്ഷേ വേണ്ടത്ര ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ സ്വീകരണം ആ സിനിമക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ എന്നുള്ള നടനാണ്. ഉണ്ണി മുകുന്ദൻ്റെ ഒരു ചാമുണ്ട്. അർജുൻ എന്നുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കല്ല, ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ്. ആ ഒരു അർജുൻ എന്നുള്ള IVF അല്ലെങ്കിൽ ഗൈനക് ഡോക്ടറിൻ്റെ ഒരു ജേണിയാണ് കാണിക്കുന്നത്. ഫ്രം ആൻ അണ്ടർഡോഗ് ടു റൈസ് ഇൻ പോപ്പുലാരിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ അർജുൻ എന്നുള്ള ആ ഡോക്ടർ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. ആ ആർക്ക് ഉണ്ണി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം വളരെ നിഷ്കളങ്കനായ ലവബിളായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്നും ഫെയിമും പദവിയും പവറും പൈസയൊക്കെ ആകുമ്പോഴേക്കും അഹങ്കാരിയായ ധിക്കാരിയായ ഒരു ക്യാരക്ടറായി മാറുന്ന രീതിയിലൊരു ആർക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് ദേഷ്യം വരികയും ചെയ്യും ഉണ്ണിയനോട്, ആ ഒരു അർജുൻ എന്നുള്ള ക്യാരക്ടറിനോട്. അത് ഉണ്ണി നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഫീൽ ആയതെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉണ്ണി മുകുന്ദൻ എന്നുള്ള ആക്ടർ തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിങ്ങനെ പറയുന്നതിൽ. കാരണം ഞാൻ ഒരിടക്ക് ഉണ്ണി ഒരു ലിമിറ്റഡ് ആക്ടറാണെന്ന് വരെ ഞാൻ പറഞ്ഞ ഒരാളാണ്. പക്ഷെ മാർക്ക് കണ്ടപ്പോഴേക്കും ഉണ്ണിക്ക് ഇമ്മാരി ലെവലിൽ മാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഓൾറെഡി മല്ലു സിംഗും കണ്ടിട്ടുണ്ട്, പക്ഷേ മാർക്കോയിൽ ഇറ്റ് വാസ് ഓൺ ആൻ അനദർ ലെവൽ. ആ സൂട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നോ, ഞാൻ പണ്ട് പറഞ്ഞ കാര്യം എവിടെയൊക്കെയോ എന്താ പറയുക മാറി എന്നുള്ളത് തോന്നി. കാരണം ഭയങ്കര ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു മാർക്കോ കണ്ടപ്പോൾ. ഈ സിനിമയാണെങ്കിൽ മാർക്കോവിന് മുന്നേ ഷൂട്ട് ചെയ്തതെന്നാണ് ഇതിൻ്റെ മേക്കേഴ്സ് ഇൻ്റർവെൽ സമയത്ത് ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കുറച്ച് നാൾക്ക് മുന്നേ എടുത്ത സിനിമ. അപ്പോൾ ഈവൻ ഉണ്ണി മുതൽ ലുക്സ് നോക്കിയാൽ മനസ്സിലാവും ഉണ്ണി ഇപ്പോൾ കുറച്ചും കൂടി സ്ലിമ്മറാണ്. മാർക്കോന് വേണ്ടി ആ ഒരു ഭയങ്കര ജിമ്മ് ബോഡിയിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിലെ ലുക്ക് കണ്ട ഏകദേശം നമ്മുടെ മേപ്പടിയാൻ്റെ ടൈമിലുള്ള ടൈപ്പ് ഒരു ലുക്കാണുള്ളത്. ആ ജയഗണേഷിൻ്റെയൊക്കെ ടൈമിലുള്ള കുറച്ച് ബൾക്കി ആയിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദനാണ് ഡെഫിനറ്റ്ലി ഈ സിനിമയെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസും ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. ഇതിനകത്ത് ചെമ്പ വിനോദ് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഫറാ ഷെബിലെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സുരഭി ലക്ഷ്മി, ഇവരെല്ലാവരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും തരക്കേടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിനേശ്, നമ്മുടെ PRO ഒക്കെ ആയിരുന്ന ദിനേശ് ഏട്ടൻ, നമ്മുടെ പ്രേമത്തിലുള്ള ക്യാൻറ്റീൻ നടത്തുന്ന ചേട്ടനായിട്ടുള്ള മച്ചാൻ, പുള്ളി ഇതിനകത്ത് ഒരു അസിസ്റ്റൻറ്റിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. അതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 പേരുടെ ആക്ടിംഗ് ആണ് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് അല്ലാതെ തോന്നിയത്. ഒന്ന് വെറും വർഷയുടെ ഒരു റോള്, എനിക്ക് തോന്നുന്നത് വെറും വർഷയുടെ കുഴപ്പമില്ല, ഒരു സെലിബ്രിറ്റി ഒരു ആക്ട്രസ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു വെറും വർഷയ്ക്ക് കൊടുത്തിരുന്നത്. ആ റോള് എന്തോ എനിക്ക് സൂട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല വർഷയ്ക്ക്. എനിക്കെന്തോ ഒരു ഓഡ് കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ആയത്. പൊതുവേ വർഷേനെ ബാക്കി സിനിമകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തേക്കണേ, പക്ഷേ ഈ സിനിമയിൽ എനിക്കെന്തോ ഒരു ഓഡ് കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നിഖില വിമൽ ഇതിനകത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ സീനുണ്ട്. ആ പർട്ടിക്കുലർ സീൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യൽ സീനാണ്. അതിനകത്ത് ഇമോഷണൽ ആവുന്ന ഒരു രംഗത്ത് നിഖില വിമലിൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് നിഖില വിമലിൻ്റെ ആക്ടിങ്ങിൽ കയ്യിൽ നിന്ന് പോയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതുവരെ ഒരുപാട് സിനിമകൾ നിഖില വിമലിനെ കണ്ടിട്ടുണ്ടെങ്കിലും പർട്ടിക്കുലർ ഒരു ഇമോഷണൽ സീനാണ്, എന്താണെന്ന് ഞാൻ പറയാനുള്ളത്. പക്ഷേ അതിനകത്ത് ചെയ്ത് അങ്ങോട്ട് സെറ്റാവാത്ത പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു അത് കണ്ടപ്പോഴേക്കും. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമ എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ അത് തോന്നിയൊരു സാധനം. ഈ സിനിമയിൽ വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ഇതുപോലെയുള്ള 2 സിനിമകൾ വേറെ കണ്ടിരുന്നു. ഒന്ന് വിശേഷം എന്നുള്ള ഒരു സിനിമ, വേറൊന്ന്
അൺബോർഡ് കൺമണി. അപ്പോൾ ഈ സെയിം സാധനം തന്നെ വേറൊരു ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ട പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് മടുത്ത ഈ IVF പരിപാടി, ഈ പ്രഗ്നൻ്റ് ആവാതിരിക്കൽ, ആവൽ, ഇതൊക്കെ കണ്ട് മടുത്ത ഒരു അവസ്ഥ പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പ്ലോട്ട് ഭയങ്കര ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ മടുപ്പ് പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത്. അതെൻ്റെ കുഴപ്പമാകാൻ കാരണം ഞാൻ എല്ലാ സിനിമ കാണുന്ന ആളായതുകൊണ്ട് ഇതുപോലെയുള്ള 2 പടം കണ്ടോ ഇതും ഇങ്ങനെയാണോ, ഇതേ സാധനം തന്നെയല്ലേ, ഇത് വേറെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നല്ലേ, വേറൊരാളുടെ പെർസ്പെക്റ്റീവ് എന്നല്ലേ എന്നുള്ളൊരു സംഭവം എനിക്ക് അടിച്ചായിരുന്നു. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിക്കോട്ടെ. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള പടമായിട്ട് തന്നെ ഫീൽ ചെയ്തത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്റർ ഡിമാൻഡ് അർഹിക്കുന്ന ഒരു സിനിമയാണോ അല്ലെങ്കിൽ അങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന സിനിമ ആവണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയില്ല. പാട്ടുകളൊക്കെ നല്ലതായിരുന്നു. പാട്ട് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. പാട്ട് ഈ സിനിമയുടെ വലിയൊരു ഘടകമാണ്. ഈ സിനിമയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടണതിൻ്റെ ഉണ്ണിമുന്തൻ്റെ ആക്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ഉണ്ണിമുന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, അങ്ങനെ ഭയങ്കര തിയേറ്റർ ഡിമാൻഡുള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ആയില്ല. ഞാൻ അത് പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ആവണമെന്നില്ല നിങ്ങളുടെ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതിനായതുകൊണ്ട് സിനിമ ഈസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ എന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ചില സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് OTT കണ്ടാലും മതിയായിരുന്നു അങ്ങനെ തോന്നിപ്പോവില്ല. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഫീലായി ഇതിനകത്ത്. പക്ഷേ ഉണ്ണിമുന്തൻ എന്നുള്ള നടൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ചേഞ്ചും അങ്ങനത്തെ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ണീനെ തീർച്ചയായിട്ടും ഉണ്ണിയുടെ സിനിമകളൊക്കെ പോയി തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പറയാൻ എനിക്ക് മനസ്സുകൊണ്ട് തോന്നിപ്പിച്ച്. കാരണം മാർക്കോ ആയിക്കോട്ടെ, മാർക്കോ ഡെഫിനറ്റ്ലി മസ്റ്റ് തിയേറ്റർ വാച്ചായിരുന്നു. അത് OTT കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായില്ല. അപ്പോൾ എവിടെയൊക്കെയോ എൻ്റെ മനസ്സിൽ ഉണ്ണി ഇതുപോലെ ഒരുപാട് സിനിമകൾ വേറെ ചെയ്യണം, അപ്പോൾ ഉണ്ണിക്ക് ആ സപ്പോർട്ട് കിട്ടണം എന്നുള്ള ഉള്ളിൽ എൻ്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ നോക്കുക. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എവിടെ കണ്ടാലും കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ സിനിമയുടെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ. അതേസമയം ഇതേ ഡയറക്ടറിന് തന്നെ കിളിബോയ് അല്ലെങ്കിൽ കോഹിനൂറാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണെന്ന്. അതുമാത്രമല്ല കിളിബോയ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇറങ്ങേണ്ട സിനിമയാണ്. അത് ഇപ്പം ഇറങ്ങിയ തകർത്താനെ ഇപ്പോഴത്തെ പിള്ളേരുടെ വൈബിന് പറ്റിയ പടമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കിളിബോയ് കിടില സാധനമായിരുന്നു, കോഹിനൂറും അങ്ങനെ തന്നെ. അപ്പോൾ ആ സിനിമയുടെ അത്ര ഒന്നും എനിക്ക് ഈ സിനിമ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുന്നു. നമുക്ക് ആരോടും ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല, ആരോടും ഒരു വിരോധമില്ല. നമ്മൾ സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഇവിടെ പറയുന്നു എന്നുള്ളൂ. എന്തായാലും ഈ സിനിമയിൽ ഒരാളുടെ കാര്യം പറയാൻ മറന്നു. ഗൗതമൻ്റെ രഥം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയുടെ പേര് ഞാൻ ഇവിടെ എവിടെയോ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുണ്യ എലിസബത്ത്. ആൾ ഇതിനകത്ത് നല്ലൊരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൗതമൻ്റെ രഥം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരെ കാണുന്നത്. വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ അറിയില്ല. എന്തായാലും അതൊരു സന്തോഷമായിരുന്നു. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതാണെങ്കിൽ OTTയിലാണ് നമ്മളെല്ലാവരും കണ്ടതും. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലിടുക, എന്ത് തോന്നിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നൊരു കാര്യം പറയാം, ഇത് ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. ഫാമിലി ഓഡിയൻസിന് മിക്കവാറും ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് വേറെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ട് കണ്ടിട്ട് അഭിപ്രായം വിട്ടേക്കാം. ടാറ്റ.